ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഓക്കെ. അപ്പോ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ആർക്കെങ്കിലും അറിയൂ? ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കേട്ടിട്ടുണ്ടോ ഹോളിസ്റ്റിക് എന്നൊക്കെ? ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. എന്തായിരുന്നു, കേട്ടില്ല? കേട്ടിട്ടില്ല മാം. ഓക്കെ ഓക്കെ. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനെ മൊത്തത്തിൽ നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു കാര്യത്തിനെ ഉം, ഒന്നിച്ച് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ നോക്കുന്നതിനെയാണ് ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇതൊരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്ന ഒരു നമുക്ക് പെയിൻ എന്താ പറയാ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ പെയിനിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഹാസ്റ്റിനോട് വീഡിയോ ഓപ്പൺ അല്ലയോ? കാണുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക്? ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓക്കെ. ഫൈൻ ഫൈൻ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 ടോപ്പിക്സ് ആണ് മെയിൻലി. എന്താണ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ്, ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ഇൻ ഡെയിലി ലൈഫ്, പിന്നെ യൂസസ് ഓഫ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ്, റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ. ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ഒരു കാര്യം ഒന്നിച്ച് മൊത്തത്തില് ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ വശവും നമ്മൾ നോക്കുന്നതിനാണ് ഈ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തിക്ക്, ഒരു വേദനയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേദന എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു അസുഖമുള്ള ഒരാളിന് നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, ആള് നമ്മൾ ഡോക്ടർക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, ആ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കും. അതാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. അപ്പൊ അതിന് പുറമെ നമ്മൾ ആ ഒരു വേദനയ്ക്ക് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഇതിന്റെ വേറെ വശങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് ഫിസിക്കലി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇമോഷണലി അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മെന്റലി അയാൾ എങ്ങനെയാണുള്ളത്, അതുപോലെ അയാളുടെ സ്പിരിച്വൽ വശങ്ങളൊക്കെ ഈ പെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഇതിലൂടെ ഇപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എന്തുണ്ടാവും, ഈ പെയിൻ എന്ന് പറയുന്നത്, വേദന എന്ന് പറയുന്ന സംഭവം കൂടാനും കുറയാനൊക്കെ ഉള്ള സാധ്യതകൾ ഇതിന് ഉണ്ട്. അതായത് ഈ ഒരു വശങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ നമ്മുടെ വേദനയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പോ നമ്മുടെ സാധാരണ നമ്മൾ മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതുകൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രവൃത്തിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു വേദനയുടെ ആ ഒരു ഇത് ഉണ്ടാവില്ലേ, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേദന ഉണ്ടെങ്കിൽ പോലും അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രാക്ടീസ് വഴി, അതായത് ഓരോ എക്സസൈസ്, ഓരോ ടൂൾസ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓരോ ടൂൾസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ മെത്തേഡാണ് ഈ ഒരു പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോളിസ്റ്റിക്കലി മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇപ്പൊ ഒരു വേദന ഉണ്ടാവാൻ എന്താണ് കാരണം, അതായത് അതിന്റെ എവിടെ നിന്നാണ് അത് ഉത്ഭവിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഓക്കെ. അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഫിസിക്കലി വന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഇമോഷണലി ഉണ്ടായതാവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വന്ന വേദനകളായിരിക്കാം. അങ്ങനെ പല തരത്തിലായിരിക്കാം. അപ്പൊ അങ്ങനെ അത് എന്താന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് പോയി നോക്കിയിട്ട് അവിടുന്നേ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആ ഒരു എന്താണ് ഉള്ളിലുള്ളത് അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അല്ലാണ്ട് പുറമേ ഉള്ളത് നോക്കിയിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം എന്താണ് അകത്തുള്ളത് എന്ന് നോക്കിയിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ. ഫിസിക്കലി എന്ന് പറയുന്നത്, ഇപ്പൊ ഫിസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ എന്താ പറയാ, വേദനകൾ പല തരത്തിലുണ്ടാവും. അപ്പൊ പല തരത്തിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ഈ വേദനകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. പലർക്കും അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആണ്, അപ്പൊ ആ സമയത്ത് നമുക്ക് ഓൾറെഡി ഉള്ള വേദനകൾ ചിലപ്പോൾ ചിലവർക്ക് തലവേദന വരും, അല്ലെങ്കിൽ ചിലവർക്ക് ഇപ്പോ ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന് കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ആ വേദനയുടെ കാരണം എന്താന്നുള്ളത് നമ്മൾ
അവിടുന്ന് നോക്കിയിട്ട് അവിടെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കൂടി ചെയ്യുക. നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്നതിന് പുറമെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി അത് ഫലം ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ ഓവറോൾ വെൽബീയിങ് നോക്കുക. അതായത് നമ്മൾ ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ വേദനകൾ മാറ്റാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. നാച്ചുറലി നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഉള്ളത്. എന്ത് വേദനയാണെങ്കിലും അത് മാറ്റാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഫിസിക്കലിയും അതുപോലെ തന്നെ മെന്റലിയും നല്ലതായിട്ട് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി മെന്റലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പെയിൻ റിലീഫിനുള്ള ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അത് ആക്ടിവേറ്റ് ആവും, തനിയെ ആക്ടിവേറ്റ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിസിക്കലും മെന്റലും ആയിട്ടുള്ള കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വേദനകൾ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ നോക്കുന്ന വേറൊരു കാര്യം. ഓക്കെ, പിന്നെ ഇതിൽ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു പേഷ്യൻസിന്, അതായത് എംപവറിങ് പേഷ്യൻസ് എന്നാ പറയുന്നത്, അതായത് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ പെയിൻ മാനേജ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വഴിയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അവർക്കിപ്പോ എന്ത് വേദനയാണെങ്കിലും അതിന് നമുക്ക് തരണം ചെയ്യാം, മെഡിക്കേഷൻസിന്റെ കൂടെ തന്നെ തരണം ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതാണ് ഈ എംപവറിങ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? ആരെങ്കിലും ഒരാൾ പറയൂ. മാം, അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചാൽ പോരാ. അപ്പൊ അവരുടെ ഒരു ശാരീരികവും മാനസികവും ആ ഒരു സോഷ്യൽ എല്ലാ ഘടകങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പരിഗണിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അതെ തന്നെ. അപ്പൊ നമുക്ക് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, കറക്റ്റ് ആണ് ഉത്തരം. നമ്മള് ഒരു വേദന നമുക്ക് ഉണ്ടാവുന്നതിന്റെ പുറകിൽ പല റീസൺസ് ഉണ്ടായിരിക്കും. നമുക്കിപ്പോ ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ നമ്മൾ വീണിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് വേദന വരാം. അതല്ലാണ്ട് നമുക്ക് വേദന വരുന്ന പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായിരിക്കും. അതിന് പല റീസൺസും ഉണ്ടായിരിക്കും. അപ്പൊ അതെന്താന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്സ് ഓഫ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ കുറച്ച് മെത്തേഡ്സ് പറയുന്നത്, അതായത് കുറച്ച് ടെക്നിക്സ് പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിൻ്റെതായിട്ടുള്ള പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ്, അവരൊക്കെയാണ് ഈ ഒരു ഇനി പറയാൻ പോകുന്ന ടെക്നിക്സ് കൊടുക്കുന്നത്. നമ്മൾ നോർമലി നമുക്ക് സാധാരണയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അത് ഞാൻ വേറെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ നമുക്കിപ്പോ ആരെങ്കിലും നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള വേദനകളെ ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസറിനൊക്കെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇപ്പോ ഭയങ്കരമായിട്ട് ഇപ്പോ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അവർ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് പഴയ ലൈഫിലേക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത്, നമ്മളെ മരുന്നിന് പുറമെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ടെക്നിക്സിൽ വന്നിട്ട് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അത് ഇതിൽ കുറെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിനക്ക് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ഫിസിക്കൽ തെറാപ്പീസ് നമുക്ക് കൊടുക്കാം. ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിൽ ഉള്ള ഒരു ടെക്നിക്കാണ് ഫിസിക്കൽ തെറാപ്പീസ്. അതിൽ പെട്ടതാണ് അക്യുപഞ്ചർ. അക്യുപഞ്ചർ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയാ? അത് ഈ തണ്ടൽ വേദനയ്ക്കാണ്, ബാക്ക് പെയിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് എക്സസൈസുകൾ പറഞ്ഞു തരും. പിന്നെ ഞാൻ ഗൾഫിലാണ് ചെയ്തത്. അപ്പൊ അവരൊരു കട്ടിയുള്ള ടർക്കി സ്റ്റീം ചെയ്തിട്ട് പെയിനുള്ള ഭാഗത്ത് ഇട്ട് തരും. അപ്പൊ അങ്ങനെ കുറച്ചു നേരം നിൽക്കും. പിന്നെ എന്തോ ഇലക്ട്രിക്കൽ സാധനം കൊണ്ട് മസാജ് ഒക്കെ ചെയ്തിട്ട് അതിന് ശേഷം ഇത് ചെയ്യുന്നത്. അതെ അല്ലെ. ഓക്കെ, അപ്പൊ എന്നിട്ട് മാറ്റുണ്ടായിരുന്നോ? ആ സമയത്ത് പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ. അപ്പൊ അക്യുപഞ്ചർ പറയുന്നതും നമുക്ക് ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ടെക്നിക്കിൽ ഫിസിക്കൽ തെറാപ്പീസിൽ വരുന്ന ഒരു ടെക്നിക്കാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ പോയിന്റുകൾ ഉണ്ട്, അതിൽ നമ്മൾ ഓരോ പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ബോഡിക്ക് ഒരു റിലാക്സേഷൻ, ഒരു പെയിൻ റിലീഫ് നൽകുന്നതാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അതുപോലെ കീറോപ്രാക്ടിക് കെയർ എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു അസുഖമാണ്. അതായത് നമ്മുടെ സ്കെലിറ്റൽ ഇതുണ്ടല്ലോ, മസിൽ സ്കെലിറ്റൽ പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതായത് നമ്മുടെ സ്പൈന്, നട്ടലുണ്ടല്ലോ, നട്ടലിൽ വരുന്ന ഒരു മെയിനായിട്ട് നട്ടലിലാണ് ഇത് കാണുന്നത്. അതൊരു അസുഖമാണ്. ഓക്കെ. അപ്പൊ അതുമായി സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അവർക്ക് മെമ്മറി പ്രശ്നം ഉണ്ടായിരിക്കും, അവർക്ക് ഓർമ്മക്കുറവ് കാര്യങ്ങള്, അതുപോലെ തന്നെ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് വേദനകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ടെക്നിക്കിലൂടെ അവർക്ക് മാം ഞാൻ അക്യുപഞ്ചറിനല്ല കേട്ടോ ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയി. ഞാന് വേറൊരു സാധനം ഉണ്ടല്ലോ, കപ്പിംഗ് ആണോ? അക്യുപഞ്ചർ അല്ലേ ഈ കപ്പിങ്, ബ്ലഡ് എടുക്കുന്ന പരിപാടി. ഇത് നീഡിൽ വെച്ചിട്ടാ ചെയ്യാ. അക്യുപഞ്ചർ നമ്മൾ നീഡിൽ ചെയ്യുന്നതാ. ഞാൻ പറഞ്ഞത് അതല്ല കേട്ടോ, തെറ്റിപ്പോയി. ഹിജാമ അല്ല, ഈ സാധാരണ പെയിനൊക്കെ എന്ത് ഫിസിയോതെറാപ്പി, അതാണ് ഫിസിയോതെറാപ്പി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അക്യുപഞ്ചർ പറയുന്നത് നമ്മൾ നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. പ്രഷർ പോയിന്റില്. പിന്നെ മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ മസാജ് നമുക്ക് അറിയാലോ, നമ്മള് ആയുർവേദത്തിലൊക്കെ കേട്ടിട്ടില്ലേ, ഉഴിച്ചില്, അതുപോലത്തെ സംഭവങ്ങൾ. പിന്നെ ഫിസിക്കൽ തെറാപ്പീസ്, യോഗ. ഈ യോഗക്ക് നമ്മൾ വിചാരിക്കും യോഗ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അത്ര വലിയ ചേഞ്ച് ഒന്നും നമുക്ക് വരുത്തില്ല അങ്ങനെ വിചാരിക്കും. പക്ഷെ യോഗക്ക് ഭയങ്കര എഫക്റ്റ് ആണ്. നമുക്ക് സാധാരണ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന, ഓൺലൈനായിട്ട് നമുക്കിപ്പോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് തരത്തിലുള്ള വേദനയാണെങ്കിലും, ഇപ്പൊ കാലുവേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശരീരവേദന ആയിക്കോട്ടെ, അങ്ങനെ എന്ത് വേദനയാണെങ്കിലും യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ പേഴ്സണലി യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ എന്റെ ഉമ്മയ്ക്ക്. അപ്പോ ഉമ്മാക്ക് ഇതേപോലെ ഒരു വട്ടം കാല് ഫ്രാക്ചറായി, അതായത് വീണിട്ട് എല്ലൊടിഞ്ഞു, കാലിന്റെ 2 എല്ലൊടിച്ചിട്ടുണ്ടായിരുന്നു, കാലിന്റെ അടിഭാഗത്ത് എല്ല് 2 ഒടിഞ്ഞു. എന്നിട്ട് 1 വർഷത്തോളം ആള് കിടപ്പിലായിരുന്നു. അപ്പൊ അതിനുശേഷം ആൾക്ക് ഭയങ്കര എണീച്ച് നടക്കാനൊക്കെ പേടിയൊക്കെ ആയിരുന്നു, ഭയങ്കര പേടി. അതുപോലെ തന്നെ എന്താ പറയാ, മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഭയങ്കര സീനായിരുന്നു. അങ്ങനെ കുറെ കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് പിന്നെ നടക്കണമെങ്കിലും ഇങ്ങനെ ഒരു ബലം പിടിച്ച് മെല്ലെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യോഗക്ക് ചേർന്നു. അവർ ആദ്യം പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു. അത് ഒരു വൺ വീക്കോളം കൊടുത്തു. നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം 1 വീക്കോളം കൊടുത്തു. അതിനുശേഷം ഈ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് യോഗക്ക് പോയ ശേഷം ആൾക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നു. കാല് ഫ്ലെക്സിബിൾ ആയി തുടങ്ങി, അതുപോലെ തന്നെ മുട്ട് മടക്കാൻ പറ്റി തുടങ്ങി. മറ്റേ നമുക്ക് മുട്ട് മടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ആള് ഭയങ്കരമായിട്ട് മാറിപ്പോയിണ്ടായിരുന്നു. മറ്റേത് തന്നെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഒക്കെ ഭയങ്കര പേടിയാണ്, കാരണം സ്റ്റെപ്പ് എന്നാ വീണത്. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങാൻ പറയുമ്പോൾ ഭയങ്കര പേടി. അതുപോലെ വേറെ നമ്മള് ഇപ്പൊ ഫാനൊക്കെ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം വരെയൊക്കെ ആൾക്ക് അങ്ങനത്തെ ഒക്കെ ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഫാന് കാലുമ്പോ വീഴുവോ, അങ്ങനത്തെ പേടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആള് യോഗ ചെയ്ത ശേഷം ആൾക്ക് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പോ നമ്മൾ വിചാരിക്കും എന്താ പറയാ, ഇതിനൊന്നും അത്ര വലിയ എഫക്റ്റ് ഒന്നും നമുക്ക് തരാൻ ഇല്ല എന്ന് നമ്മൾ വെറുതെ നമുക്ക് തോന്നുക. പക്ഷെ ഇതിന് നമുക്ക് കാര്യമായിട്ടുള്ള എഫക്റ്റ് ഉണ്ട് പലതരത്തില്. യോഗ പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ പല കാര്യങ്ങൾക്കും. അപ്പോ അതുപോലെ തന്നെ തായ്ക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ചൈനീസ് സംഭവമാണ് കേട്ടോ. ചൈനീസ് എന്ന് വന്നിട്ടുള്ള സാധനം. ഇത് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടെയൊക്കെ ഉള്ളതാണ്. സ്ട്രെച്ച് ചെയ്യാൻ നമ്മളെ എന്താ ബോഡി ഒന്ന് എന്താണ് ഒന്ന് ഇതാവാൻ, ഇങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള ബോഡിയൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒരു പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഓരോരോ പോസ്റ്റേഴ്സ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ ശരീരം അതിനോട് അനുസരിച്ചിട്ട് വഴക്കിയ ശേഷം അതിനൊപ്പം തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസും കൂടി ചെയ്യുന്നതാണ് ഈ തായ്ക്കി എന്നൊക്കെ പറയുന്നത്. ഇതും ഫിസിക്കൽ തെറാപ്പീസിൽ വരുന്നതാണ്. ഓക്കെ, പിന്നുള്ള ഒരു ഇതാണ് മെന്റൽ ആൻഡ് ഇമോഷണൽ തെറാപ്പീസ്. ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കും.
ഫിസിക്കൽ ആയിട്ടുള്ളത് നോക്കും, മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ്. അപ്പോൾ ഈ മെന്റൽ ഇമോഷണൽ തെറാപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ ഉമ്മക്ക് പറഞ്ഞ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ എന്താ ഭയങ്കരമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, അതുപോലെ സ്ട്രെസ്സും ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ ഇറിറ്റബിലിറ്റി, ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം, നോർമലി നമുക്ക് ചെറിയൊരു വേദന വന്നാൽ തന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒരുമാതിരി ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരുപാട് വേദന അനുഭവിക്കുന്നവരുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ചില തെറാപ്പീസ്, അതായത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പി ഉണ്ട്. അത് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇതുമായി ഇതിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആണ് ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് നോർമലി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുക്തിപരമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാവില്ലേ, അത് പ്രൊമോട്ട് ചെയ്യുക, അത് കൂട്ടാനും, അതുപോലെ തന്നെ നമുക്ക് യുക്തിയല്ല, അത് ശരിയല്ല അങ്ങനെ ആലോചിക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയുടെ ആവശ്യമില്ല എന്ന് തോന്നില്ലേ, അങ്ങനത്തെ ചിന്തകൾ അവരിൽ നിന്ന് മാറ്റുക. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് മാറ്റാനും ഒക്കെ നമുക്ക് ഈ ഒരു CBT ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷൻ. നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാവും, ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറലി നമുക്കുള്ള ഒരു പെയിൻ റിലീഫിനുള്ള ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അത് എന്താവും, അത് വർക്ക് ചെയ്യാൻ തുടങ്ങി നന്നായിട്ട്. ഓക്കെ, പിന്നെ ബയോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഫങ്ഷൻസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുള്ള പരിപാടികളാണ് ഈ ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്ന വേറെയും ടെക്നിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നതുണ്ട്, അതുപോലെ തലയിൽ ബ്രെയിനിൽ ചെയ്യുന്നതുണ്ട്. EEG EMG എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അങ്ങനെ കുറച്ച് ടെക്നിക്സുകൾ ഉണ്ട്. അപ്പോൾ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ചിലവർക്ക് ഇങ്ങനെ ഈ വേദനയുമായി ബന്ധപ്പെട്ടിട്ട് ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഹേർട്ട് റേറ്റ് കൂടുക, ചിലർക്ക് ഹേർട്ട് റേറ്റ് കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ബ്രെയിനിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഓരോ ഈ ഇലക്ട്രോഡ്സ് പോലത്തെ സാധനങ്ങളുണ്ട്, ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണോ, അത് ഒരു കാര്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം എന്താ പറയാ കൊടുത്തിട്ട് ചെയ്യാൻ പറയുമ്പോ ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്ന ഒരു മെത്തേഡാണ് ഈ ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബാക്കി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അതായത് ഈ ഒരു പെയിന് വരുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ബ്രീത്തിങ് എക്സസൈസിലൂടെ തന്നെ നമ്മള് എന്താ പറയാ, നമുക്ക് ഈ ഒരു വേദനയെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. ആ ഒരു ധാരണയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് അത് റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞത്. ഇതില് ഹിപ്നോസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇപ്പൊ ന്യൂട്രീഷൻ കുറവുകൊണ്ട് വേദനകൾ വരുന്നവരുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവില്ലേ, വിറ്റാമിൻ ഡി, അതുപോലെ തന്നെ B12, ഇതിനൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ശരീരവേദന, അവിടെ വേദന ഇവിടെ വേദന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ ഒരു പെയിന് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ എക്സസൈസ് കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ പെയിന് കാര്യങ്ങൾ മാറ്റാൻ പറ്റും. പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ് പറയുന്നത് നമുക്ക് പലപ്പോഴും പല ആളുകൾക്ക് പല തരത്തിലാണ് കേട്ടോ ഈ വേദനകൾ വരിക. ചിലവർക്ക് അത് മനസ്സിലാവുക പോലും ഇല്ല, നമ്മൾ സ്ട്രെസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ വേദന വരുന്നത്, ചിലർക്ക് അത് മനസ്സിലാവേ ഇല്ല. അപ്പോ അധികം ആളുകൾക്കും എങ്ങനെയെന്നറിയോ, ഇപ്പൊ സ്ട്രെസ് ആവുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ബാക്കിലെ അവിടെ ഷോൾഡർ അല്ലെങ്കിൽ ബാക്ക് പെയിൻ, മെയിൻലി സ്ത്രീകൾക്കാണ് ബാക്ക് പെയിൻ വരും. അവർക്ക് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബാക്ക് പെയിന് കൂടും. അപ്പോ ഇതുകൊണ്ടാ വരുന്നത് എന്നുള്ളത് അവർക്ക് അറിയില്ല, പൊതുവെ ആർക്കും അറിയില്ല ഇതുകൊണ്ടാ വരുന്നത് എന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് പെയിൻ റിലീഫ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റിയതാണ് നമ്മുടെ ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ,
അത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അരോമ തെറാപ്പി, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു അരോമ തെറാപ്പി പെയിൻ റിലീഫിന് നല്ലതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ തെറാപ്പി, അതുപോലെ മെന്റൽ ആൻഡ് ഇമോഷണൽ തെറാപ്പീസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിന്റെ കൂടെ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ ഹെർബൽ റെമഡീസ് ഒന്നും എപ്പോഴും വർക്ക് ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വേറെ മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ ചിലപ്പോൾ ചേർന്നൊന്നും വരില്ല. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു ടെക്നിക്സ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ടെക്നിക്സ് മനസ്സിലായോ? മനസ്സിലായി. മാം, മനസ്സിലായി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഓക്കെ, ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു ഇതുപോലത്തെ ഒരാളുണ്ട്. അവർക്ക് എന്താന്ന് വെച്ചാല് ഉം. പെട്ടെന്ന് ഈ പെയിന് വരുന്നതായിട്ട് തോന്നാം. ഈ ഷോൾഡർ പെയിന് ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയാണ്, മരിച്ചു പോവുകയെന്നൊക്കെ ഉള്ള. മനസ്സിലായി. അപ്പൊ അത് ശരിക്കും പെയിൻ തന്നെയാണോ അല്ലെങ്കിൽ ഒരു തോന്നലാണോ ശരിക്കും? തോന്നലല്ല. അതായത് ഇപ്പൊ പെയിൻ ശരിക്കും ആൾക്ക് ഉണ്ടാവും. അതായത് ഒരു അളവ് വരെ പെയിൻ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് നമ്മൾ എക്സാജറേറ്റ് ചെയ്യും. അതായത് നമുക്ക് ഉള്ളതിനെക്കാട്ടി കൂടുതൽ നമുക്ക് തോന്നും. നമ്മൾ ടെൻഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തോന്നും. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ നെഞ്ചുവേന വന്നിട്ട് പോകുന്നത് കേട്ടിട്ടില്ലേ? ഭയങ്കര നെഞ്ചുവേനയാണ്, ആണോന്ന് അറിയില്ല. പക്ഷെ പോയേക്കുമ്പോ ചിലപ്പോൾ ഗ്യാസിന്റെ ആയിരിക്കും. അപ്പൊ നമ്മള് അതെ. പേടിക്കുന്നതും ഒരു കാര്യം. പക്ഷെ എല്ലാതും അങ്ങനെയല്ല കേട്ടോ. എല്ലാ നെഞ്ചുവേന അങ്ങനെയാണെന്നല്ല. പക്ഷെ ചിലവരുടെ കേസിലൊക്കെ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നെഞ്ചുവേന വന്നിട്ട് പോയി, ഭയങ്കര നെഞ്ചുവേനയാണ്, ഞാനിപ്പോ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകുന്നതുണ്ട്. അപ്പോ അങ്ങനെയുള്ളതും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരിക്കും. ആൾക്ക് ഓൾറെഡി എന്തെങ്കിലും കേട്ടിട്ടോ, മുന്നുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആളൊരു ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാല്, ആളിപ്പോ ഇവിടെ താമസിക്കുന്നതാണ് ഫാമിലി ആയിട്ട്. ഒരുപാട് വയസ്സൊന്നുമില്ല, ഒരു 38-40 വയസ്സിന്റെ ഉള്ളിലുള്ളൂ. അപ്പോ നമ്മളിപ്പോ രാത്രി വീട്ടിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, വില്ലയിലാണ് താമസിക്കുന്നത്. ആളൊരു ക്യാരക്ടർ പറഞ്ഞാല് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ടെറസിന്റെ മേലേക്ക് ഒന്ന് പോയി നോക്കും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. എന്നിട്ട് ലോക്ക് ചെയ്തതാണെങ്കിലും പിന്നെ ഒരു സംശയമാണ്, ചെയ്തിരുന്നോ, പിന്നെ രണ്ടാമതും പോയിട്ട് തിരിച്ചു നോക്കുക. അതുപോലെ വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ പോയി ഡോറൊന്ന് വലിച്ചു നോക്കുക. അപ്പോ ഇങ്ങനത്തെ എന്താ വരുമ്പോ പെട്ടെന്ന് അയാൾ അതിനെ മാക്സിമം ലെവലിലേക്ക് ചിന്തിച്ചു പോകുന്നോണ്ടാണോ അങ്ങനെ വരുമ്പോ? അങ്ങനെ ഉണ്ട്. പിന്നെ ചിലവർ ക്യാരക്ടറെ അങ്ങനെയുള്ളത് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവർക്ക് ചിലപ്പോ ഒന്നുകൂടി ഉറപ്പ് വരുത്തണം എന്നുള്ള അങ്ങനെ ക്യാരക്ടർ ഉള്ളവരുണ്ട്. അതായത് ജനിച്ചു വളർന്നപ്പോഴേ തൊട്ടിട്ട് അങ്ങനെയുള്ളവരുണ്ട്. ഒരു സമയം കഴിഞ്ഞ് അങ്ങനെ ആയവരാണെങ്കിൽ നമ്മളത് നോക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ. അതല്ല അവര് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആളുടെ ക്യാരക്ടർ ആയിരിക്കും അങ്ങനെയെന്നുള്ളത്. പിന്നെ ഇപ്പൊ ഈ വേദനയുടെ കാര്യം പറഞ്ഞത്, അത് ഇതേപോലെ ടെൻഷന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അത് കുറെ ആൾക്കാർക്ക് ഉണ്ടാ സംഭവം. പക്ഷെ ഒരളവിൽ കൂടുതൽ അതുണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കണം. അപ്പൊ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പൊ ചെറിയ എന്തെങ്കിലും കാര്യം മതിയാവും. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മാനസികമായിട്ട് ശാരീരികമായിട്ട് ടെൻഷൻ എന്ന് പറയുന്നതേ ഈ വ്യക്തി കൂടുതൽ സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചില എക്സ്പ്രഷൻസും ഇമോഷൻസും പുറത്തേക്ക് വിടാതിരിക്കുമ്പോഴും അതൊരു മനസ്സിലിങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ വരില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. അപ്പൊ അതിന് നമ്മൾ ഈ വയറ് അസുഖം അതുപോലെ നമുക്ക് ഈ സ്ട്രെസ് വരുന്ന സമയത്തേ നമുക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് വരും. നമ്മൾ വിചാരിക്കും നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടെന്ന് മാത്രമല്ല നമുക്ക് വരിക. നമുക്ക് സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആദ്യം നമ്മളെ എഫക്ട് ചെയ്യുക നമ്മുടെ വയറിനാണ് നമ്മൾ ആദ്യം എഫക്ട് ചെയ്യുക. അപ്പൊ ചിലവർക്ക് ഭയങ്കരമായിട്ട് കുറെ കാലം കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നവർക്കാണെങ്കിൽ എന്ത് വരും അറിയാം, അൾസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് ഒരു ലെവല് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, അത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ലെങ്കിൽ ചിലവരുടെ ഒക്കെ കേസിൽ ക്യാൻസർ വരെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒന്നിനും നമ്മൾ നിസ്സാരാക്കി കളയരുത് എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് അയാൾ ഓർമ്മ വന്നു. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. അടുത്ത ടോപ്പിക് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ഇൻ ഡെയിലി ലൈഫ്. ഓക്കെ. ഇനി ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നതാണ് മൈൻഡ് ബോഡി കണക്ഷൻ.
മൈൻഡും ബോഡിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം പറയുന്നതാണ്, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പെയിനിന് കാരണമാവുന്ന നമ്മുടെ ഞാൻ പറഞ്ഞു, നേരത്തെയും പറഞ്ഞു, സ്ട്രെസ് നമുക്ക് ഭയങ്കര വില്ലനാണ്. ഈ വേദനയുടെ കാര്യത്തിൽ സ്ട്രെസ് ഭയങ്കര വില്ലനാണ്. അപ്പൊ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നടക്കും. അപ്പൊ അതിലൂടെ എന്തുണ്ടാവും, നമുക്കൊരു ഒരു സമാധാനം ഉണ്ടാവും. വേദന നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഇത് സ്ട്രെസ് വരുന്നത് കൊണ്ട് നമുക്കിത് കൂടുതൽ ഇങ്ങനെ ട്രിഗർ ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഡീപ് ബ്രീത്തിങ്. ഡീപ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണത്. നമ്മുടെ നെർവസ് സിസ്റ്റം, ബ്രെയിനിനകത്തുള്ള നെർവസ് സിസ്റ്റത്തിൽ എന്താ പറയാ, നമ്മുടെ വേദനയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണകൾ, അതായത് നമുക്കൊരു ധാരണ ഉണ്ടാവും, നമുക്ക് ഇത്ര വേദന ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ വേദനയുടെ കാര്യം പറഞ്ഞില്ല, ഇപ്പൊ ഇത്ര ഭയങ്കര വേദന ഉണ്ട് എന്ന് പറയുന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ആ ഒരു വേദന എന്താ, നമുക്ക് ഇത്ര ഉണ്ട് അല്ലെങ്കിൽ ഇത്ര കൂടുതലാണ്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, ആ ഒരു വേദനയുടെ ആ ഒരു നമുക്കുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, അതിന്റെ അത് മാറ്റാനായിട്ട് നമുക്ക് കുറയ്ക്കും. നമുക്ക് വേദന ഉണ്ടാവും, പക്ഷെ നമ്മുടെ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അത് ഡീപ് ബ്രീത്തിങ്ങിലൂടെ നമുക്ക് സഹായം ആവും. അതായത് എങ്ങനെ ഈ ഡീപ് ബ്രീത്തിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ ചിന്മുദ്ര കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മള് ഒരു മൂക്കിലൂടെ, ഇപ്പൊ ഈ ഒരു ഇങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുക. അതായത് ഒരു 3 സെക്കൻഡോളം നമ്മൾ എടുക്കണം. 3 അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡോളം നമ്മൾ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ വയറ് നിറയുന്ന രീതിയിൽ നമ്മൾ ശ്വാസം വലിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 3 സെക്കൻഡ്, മാക്സിമം 3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡോളം പിടിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്വാസം വായിലൂടെ വിട്ടുക. ഇതേപോലെ നമ്മൾ 3 വട്ടം ഈ ഒരു മൂക്കിലൂടെ ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു മോതിരവിരലിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു മൂക്കിലൂടെ എടുക്കുക, ശ്വാസം എടുക്കുക. അത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെയിൻ മാനേജ്മെന്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായമാവും. ഓക്കെ, അതുപോലെ യോഗ, ഞാൻ നേരത്തെ പറഞ്ഞു, യോഗ, തായ്ക്കി, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും അതുപോലെ ബാലൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഇത് റിലാക്സേഷനും തരും. ഇപ്പൊ നമ്മുടെ ശരീരം അനങ്ങുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു വേദനയൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷെ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നെ നമുക്ക് നന്നായി നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കും. പിന്നെ എന്താ പറയാ, ചിലപ്പോൾ നമുക്ക് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പൊ യോഗ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ഉറക്കം കിട്ടും. അതിന്റെ കൂടെ കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡും കൂടി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ശരീരം തന്നെ മൊത്തത്തിൽ മാറ്റം വരും. ഓക്കെ, പിന്നെ നമുക്ക് ഫ്ലെക്സിബിൾ അല്ലാത്ത, ഇപ്പൊ കുറച്ച് നടക്കുമ്പോഴത്തേനും ബുദ്ധിമുട്ടുള്ളവര്, അല്ലെങ്കിൽ എന്താ പറയാ, സ്ട്രെച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, എവിടെയും മസിൽസ് പിടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് നമ്മള് ഇപ്പോ ഇവിടുന്ന് കാലിന്ന് തുടങ്ങുകയാണെങ്കിൽ കാലിന്റെ മസിൽസ്, ഇപ്പൊ കാലിന്റെ വിരലുകൾ ഉണ്ടല്ലോ, വിരലുകൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ഒരു 5 സെക്കൻഡോളം ടൈറ്റ് ചെയ്ത് പിടിക്കുക, പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യുക, 10 സെക്കൻഡോളം റിലാക്സ് ചെയ്യുക, അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മളൊരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് നമ്മൾ ചെയ്യും. അതായത് മൊത്തം ബോഡി നമ്മൾ ടൈറ്റ് ചെയ്തിട്ടും റിലാക്സ് ചെയ്തിട്ടും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ് കേട്ടോ. നമ്മുടെ മൊത്തത്തിൽ ബോഡി നല്ല റിലാക്സ് ആവും. ഇപ്പൊ ഈ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഇത് എന്താ പറയാ, നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരത്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു തരും. ഒരു തവണ പറഞ്ഞു തന്ന് നമുക്ക് തന്നെ പിന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവും. അത് അങ്ങനെയാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ മസിൽസ് ടെൻസ് ചെയ്യുക. നമ്മൾ ഇത് ഇങ്ങനെ വേറെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ചിലവർ ചെയ്തിട്ടുണ്ടാവും. ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ മുന്നേ എവിടുന്നെങ്കിലും? നമ്മളിങ്ങനെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചില സാർമാരൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കും നമ്മളോട്. ഇങ്ങനെ കൈ മസിൽസ് ടൈറ്റ് ആക്കി പിടിക്കൂ, പിന്നെ ലൂസാക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ എവിടുന്നേലും? ആരും ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവം പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ
മൊത്തം ബോഡി, അതായത് നമ്മുടെ കഴുത്ത്, വയറ്, കാലിന്റെ മസിൽസ്, കൈയിന്റെ മസിൽസ്, അതുപോലെ കണ്ണ്, കവിള്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ്. അപ്പൊ ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാവുന്ന. അപ്പൊ ഇത് ഒരു വട്ടം നമ്മളിപ്പോ ആരെങ്കിലും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളെടുത്ത് പോയി നമ്മളിത് പഠിച്ചു എന്ന് വിചാരിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഉറക്കക്കുറവുള്ളവർക്കാണെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും. അതുപോലെ ഇനിയിപ്പോ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇപ്പോ ദിവസം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ഇതിനോട് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് കേട്ടോ ഇതിന്റെ പുറമെ. അടുത്തത് ഇതിൽ വരുന്ന നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നല്ല ഫുഡ് കഴിക്കുക, അതായത് ആന്റി ഇൻഫ്ലമേറ്ററി, അതായത് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ ധാന്യങ്ങള്, പിന്നെ ലീൻ പ്രോട്ടീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങാത്ത, പിന്നെ വളരെ എന്താ പറയാ കുറച്ച് പ്രോട്ടീൻ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് ഈ ലീൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പെയിന് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ. അതായത് പലർക്കും ചില ഫുഡ് കഴിക്കാൻ പാടില്ല, അതായത് ചില വേദനകൾ, ഇപ്പൊ അസുഖങ്ങളുള്ളവരെ കാര്യം എടുക്കട്ടോ. അപ്പൊ അസുഖങ്ങളുള്ളവർക്ക് ചില ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോ അങ്ങനെയുള്ളവർക്ക് അവർക്ക് ആവശ്യമുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് അവരുടെ ആ ഒരു പെയിന് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മള് പനി വരുമ്പോ നമ്മളോട് ഓറഞ്ച് കഴിക്കാൻ അങ്ങനെയൊക്കെ പറയും ചിലവര്, ഈ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കഴിക്കില്ല. അതുപോലെ അടുത്തതാണ് റെഗുലർ എക്സസൈസ് ചെയ്യുക. അപ്പോൾ എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ട്, ശാരീരികമായിട്ട് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ഇപ്പൊ സ്വിമ്മിങ്, വാക്കിങ്, നടക്കാൻ പോവുക, അതുപോലെ നീന്തൽ അറിയുന്നവരാണെങ്കിൽ നീന്തുക, അതുപോലെ സൈക്ലിംഗ് അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുക. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മസിൽസ് ഭയങ്കര സ്ട്രെങ്തൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഇതിലൂടെ സഹായിക്കും. അപ്പൊ നമുക്ക് ആ ഒരു പെയിന് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നാ പറയുന്നത്. ഓക്കെ, അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞു സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് പല ടെക്നിക്സ് നമ്മൾ പറഞ്ഞു, റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ ഡീപ് ബ്രീത്തിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പോ ചിലർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കും, അത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രകൃതിയായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, കുറച്ച് നടക്കാനൊക്കെ പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ, അതായത് ഇപ്പൊ നമുക്ക് വല്ലാണ്ട് സ്ട്രെസ് ഉള്ള കാര്യമില്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ തോന്നില്ല. അപ്പൊ വേദന അവിടെ ഇവിടെ, ചിലവർക്ക് തലവേദന വരുന്ന സമയത്ത് ആകമൊത്തൊരു ഇറിറ്റേഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഇതേപോലെ പാട്ട്, ചിലവർക്ക് തലവേദന വന്നാലും പാട്ട് കേട്ടാല് ഭയങ്കര സുഖാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അത് എന്താ അതിന്റെ ടെക്നിക്ക് എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ആരെങ്കിലും? മ്യൂസിക് പാട്ട് തെറാപ്പി. കേട്ട് കഴിഞ്ഞാല് നമ്മളെ മൂഡ് മാറ്റാൻ പറ്റുമല്ലോ. അതെ, അങ്ങനെ ചെയ്യും, ചിലർ അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മുടെ ഹോബീസിനും നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ് മാനേജ്മെന്റിന് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഭയങ്കര എക്സ്ട്രീം സ്ട്രെസ് അല്ല കേട്ടോ പറയുന്നത്, അല്ലാത്തതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കെയർ ആൻഡ് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ് ഈ ഹീറ്റ് ഓർ കോൾഡ് തെറാപ്പി. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ നമ്മള് വേദനയ്ക്ക് നമ്മൾ ചൂട് പിടിക്കില്ലേ, അതായത് ഇപ്പൊ നമുക്ക് വീക്കം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ചൂട് പിടിക്കും. അതുപോലെ ഐസ് വെക്കേണ്ടതാണെങ്കിൽ നമ്മൾ ഐസ് വെക്കും. അതാണ് ഇവിടെ പറയുന്നത് ഹീറ്റ് ഓർ കോൾഡ് തെറാപ്പി. പക്ഷെ എല്ലാത്തിലും നമ്മള് ചൂടും അതുപോലെ തണുപ്പും വെക്കാൻ പറ്റില്ല. അത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയിട്ട് ചൂട് വെക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഐസ് അല്ല വെക്കുക. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യണം, ടെമ്പററി ഒരു റിലീഫ് നമുക്ക് കിട്ടും, താൽക്കാലികമായ ഒരു ശമനം കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ എന്താണ് നമ്മുടെ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ട്, ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ മൈഗ്രെയിൻ ഉള്ളവരെ കാര്യം എടുക്കുക. ഇപ്പൊ മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, വേറൊരാൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അവർക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ അവര് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എടുക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, പിന്നെ സപ്പോർട്ട് നെറ്റ്വർക്ക്,
കണക്ട് വിത്ത് അതർ, അതായത് ഞാൻ പറഞ്ഞത് കണക്ട് വിത്ത് അതർ എക്സ്പീരിയൻസിങ് സിമിലർ പെയിൻ. സെയിം ഇതേപോലത്തെ വേദന അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരോട് സംസാരിച്ചിട്ട് അവരെങ്ങനെയൊക്കെയാണ് ഇതിനെ തരണം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെ, നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലായോ? ആ മാം. ഓക്കെ, ആരൊക്കെയോ ഇപ്പൊ ജോയിൻ ആയിട്ടുണ്ട്, കിട്ടിയോന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. യൂസസ് ഓഫ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ്. എന്താണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിന്റെ യൂസ് എന്നുള്ളതാണ്. കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനി കവർ ചെയ്യാത്ത ഭാഗങ്ങൾ പറയാം. ഓക്കെ, ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് നമ്മുടെ ഓവറോൾ പെയിൻ റിഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആദ്യത്തെ കാര്യം. അപ്പൊ ക്രോണിക് പെയിൻ മാനേജ്മെന്റ്, ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അവർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ക്യാൻസർ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ധിവാതം, അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഫിബ്രോമൈൽജിയ, അതും മസിൽസിന് വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ, മൊത്തത്തിലുള്ള ഒരു വേദന. കറക്റ്റ് ആയിട്ട് ഈ ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. ഇത് മെയിൻ ആയിട്ട് പറയുന്നത് മസിൽസിനുള്ള ഒരു വേദന, മൊത്തത്തിലുള്ള ഒരു വേദന എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് യൂസ് ആണ് അവർക്ക്. അതുപോലെ തന്നെ അക്യൂട്ട് പെയിൻ റിലീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസം നിൽക്കുന്നുള്ളൂ, കുറച്ച് ദിവസത്തിലുള്ള വേദന അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വീണിട്ട് മുറിയായത്, അതായത് വീണിട്ട് മുറി പറഞ്ഞാൽ സാധാരണ മുറിയല്ല, കുറച്ച് ആഴത്തിൽ മുറിയായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പോസ്റ്റ് സർജറി, ഞാൻ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇതിൽ പറയുന്നത് വെച്ചാൽ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അടുത്തൊരു യൂസ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു എൻഹാൻസ്ഡ് വെൽബീയിങ്, പ്രൊമോട്ട് ഓവറോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, ലീഡിങ് ടു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പൊ ഇതിലൂടെ നമ്മൾ ഈ പെയിൻ മാനേജ്മെന്റ് നടത്തുന്നതിലൂടെ മൊത്തത്തിൽ നമുക്ക് എന്താണ്, ഒരു റിലീഫ് കിട്ടുകയാണ്. അപ്പൊ ഫിസിക്കലി മെന്റലി നമ്മൾ എന്താണ് ഓക്കെ ആവുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ലൈഫ് ആയിരിക്കും, ഒരു ബെറ്റർ ലൈഫിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ്, റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ നമ്മൾ ഇമോഷണൽ ആസ്പെക്ട്സ് പറയുന്നുണ്ട്. ഒരു പെയിനിന് ഉണ്ടാവാനുള്ള എന്താ പറയാ, ഇമോഷണലി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഇതിൽ അത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് എന്തുണ്ടാവും, അത് ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഗുണമുണ്ട്. ഓക്കെ, പിന്നെ ഇൻക്രീസ്ഡ് എനർജി ലെവൽസ്, അതായത് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അതായത് വേദന ഉള്ളവർക്ക് പൊതുവെ എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉറങ്ങാനൊക്കെ. അപ്പൊ അവർക്ക് എന്തുണ്ടാവും, ഉറങ്ങാൻ നല്ല ഗുണം ഉണ്ടാവും, അതായത് ഉറക്കം നന്നായിട്ട് കിട്ടും അവർക്ക്. അതുപോലെ ഇൻഫ്ലമേഷൻ, അതായത് ഈ വീക്കം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു പരിധി വരെ. പിന്നെ നമ്മുടെ മൂഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഹെൽപ്പ് ഉണ്ട്. പിന്നെന്താണ്, നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു എനർജി എല്ലാത്തിലും മൊത്തത്തിൽ നമ്മൾ ഇതില് ഈ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ പറയുന്ന മൊത്തം നമ്മൾ ഫിസിക്കലിയും അതുപോലെ മെന്റലി നന്നായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു മൊത്തം നമുക്കൊരു എനർജിയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എല്ലാം കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഗുണമുണ്ട് ലൈഫിൽ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്രസ്സിങ് അണ്ടർലൈൻ കോസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളത് അവിടെ പോയി നോക്കിയിട്ട് അവിടുന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഐഡന്റിഫൈങ് റൂട്ട് കോസസ്, അപ്പൊ ഇതിലൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പെയിനിന് കാരണം എന്നുള്ളത്, എന്തൊക്കെ കാരണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഈ ഒരു പെയിനിന് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ കഴുത്ത് വേദന ഉള്ള ആൾക്കാര്, അപ്പൊ ഈ കഴുത്ത് വേദന ആയിട്ട് വരുന്ന ഒരാൾക്ക് നമ്മളിപ്പം മരുന്ന് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ആളുടെ ബാക്കി കാര്യങ്ങൾ ചോദിക്കുക, ആൾ എങ്ങനെയാണ് ഇരിക്കാറ്, ആളുടെ അതുപോലെ തന്നെ സ്ട്രെസ് ഉള്ള ആളാണോ,
അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം. അല്ലാണ്ട് നമ്മൾ ഓക്കെ വേദന ഉണ്ട്, വേദനക്കുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളത് അല്ലാണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം നോക്കൂട്ടോ. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മളൊരു വേദനയായിട്ട് പോകുമ്പോൾ പൊതുവെ അവർ ചോദിക്കും എന്താണ്, എങ്ങനെയാണ് ഉണ്ടായത്, ഇതിന് മുന്നേ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ കൂടെ ഇപ്പൊ ഈ കഴുത്ത് വേദന അല്ലെങ്കിൽ കൈവേദനയൊക്കെ ആയിട്ട് പോകുന്നവര് ചോദിക്കും എന്തൊക്കെ ജോലികളാ ചെയ്യാറ്, ഇങ്ങനെയൊക്കെയാണ് കൈ പൊതുവെ വെക്കാറ്, എങ്ങനെയാ കടന്നുറങ്ങുമ്പോൾ കൈ വെക്കാറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ ഇത് ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് പറയുന്നത് നമുക്ക് ഹെൽപ്പ് ആണെന്നാ പറയുന്നത്. ഓക്കെ. പിന്നെ പ്രിവെന്റേറ്റീവ് കെയർ, അതായത് ഈ ഒരു പ്രിവെന്റേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് കാരണം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കഴുത്ത് വേദനക്ക് കാരണം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഇരിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് എന്തുണ്ടാക്കുകയാണ്, നമുക്ക് ആ ഒരു വേദന, അതുകൊണ്ട് ഉണ്ടാവുന്ന ആ വേദന നമ്മൾ അവിടെ തടയാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ. അപ്പോ അതാണ് ഈ പ്രിവെന്റേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അത് വീണ്ടും ആ ഒരു വേദന വീണ്ടും ഉണ്ടാവാണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ട്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നീട് അതൊന്നും സംഭവിക്കാണ്ട് നമ്മൾ നോക്കുക. ഓക്കെ. പിന്നെ ഡിക്രീസ്ഡ്, അടുത്താണ് റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ മെഡിക്കേഷൻ. അതായത് നമ്മൾ ഇപ്പൊ മരുന്നെടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ മരുന്നെടുക്കുമ്പോ ഈ പെയിൻ കില്ലർ കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ളത്. അപ്പൊ പെയിൻ കില്ലർ കഴിക്കുന്നതിന്റെ പുറമെ നമുക്ക് ഇതിന്റെ ഒരു പെയിൻ കില്ലർ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പെയിൻ കില്ലർ കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിലൂടെ നമുക്ക് പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പെയിൻ മാനേജ്മെന്റ് ചെയ്യുകയാണ്. അപ്പൊ പിന്നെ ഒരു വേദനയുടെ ഗുളിക കഴിക്കുന്നതിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. പ്രത്യേകിച്ച് അതാണ് പറഞ്ഞത്, ഈ ക്യാൻസറിന്റെ രോഗികൾക്കൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ഒരളവ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഉള്ള ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസും എല്ലാവർക്കും പറ്റില്ല കേട്ടോ. ചില കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് റിലീഫ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് ഓൾറെഡി അവർക്ക് എന്തുണ്ട്, സൈഡ് എഫക്ട്സും കാര്യങ്ങളും അവർ കഴിക്കുന്ന മെഡിസിൻസിന്റെ ഒക്കെ ഉണ്ടാവും. പിന്നെ അതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതോട് അവർക്ക് അവർ മെഡിക്കേഷൻസിന്റെ ഒരു അളവ് കുറക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്ക് ബെറ്റർ ആണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോ എംപവർമെന്റ്, അതായത് ഓരോ പെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ല ടൂൾസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്നൊരു വേദനയാണ്, അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കഴുത്ത് വേദനയാണ്. അപ്പൊ കഴുത്ത് വേദനക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഇങ്ങനെ എക്സസൈസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ യോഗ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, ഓരോ പോസ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ വേദനയുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെയാണ് അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ഈ എംപവർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ കോംപ്ലിമെന്ററി ടു ട്രഡീഷണൽ മെഡിസിൻസ്, അതായത് നമ്മളെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ കൂടെ ഇപ്പൊ മെഡിസിൻസ് ഞാൻ പറഞ്ഞല്ലോ, മെഡിസിൻസ് നമ്മൾ കഴിക്കണം, അതിന്റെ കൂടെ നമ്മൾ ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഗുണം ചെയ്യുന്ന പറയുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു യൂസസ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അടുത്തത് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് റിസ്കുകൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ നമുക്കൊരു വേദന ഉണ്ട്. അപ്പൊ ആ വേദന ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് ചെയ്യാം, അത് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പൊ കൈവേദന ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ നമ്മള് വിചാരിക്കും ഒന്നില്ലെങ്കിൽ കൈ ഇങ്ങനെ കുറച്ച് ദിവസം ആയിരിക്കണം, വേദന തുടങ്ങി കുറച്ച് ദിവസം ആയിരിക്കണം, നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കിടന്നുകൊണ്ടാണെന്നോ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറുന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും, ചിലപ്പോൾ വല്ല എല്ല് തേയ്മാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നമ്മൾ ഉണ്ടാക്കരുത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മൾ ഡോക്ടറെ കാണണം. അതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ. ഇതിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇതിന് ചുറ്റുള്ള ഇതാണ് ഇതിന് കാരണം, അല്ലെങ്കിൽ കൈവേദന വരാൻ കാരണം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണെന്ന് മാത്രം ഇതാക്കിയിട്ട് ഇതിനിങ്ങനെ ചെയ്യാം, അല്ലാണ്ട് മെഡിസിൻ എടുക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ടീഷൻ മോശമാവാനുള്ള സാധ്യത ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇഗ്നോറിങ് അണ്ടർലൈൻ കണ്ടീഷൻസ്, നമുക്കുള്ള കണ്ടീഷൻസ് നമ്മൾ അത് ഇങ്ങനെ ആവില്ല എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചികിത്സിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഓവർ റിലയൻസ് ഓൺ കോംപ്ലിമെന്ററി തെറാപ്പീസ് കുഡ് ലീഡ് ടു എ വേഴ്സണിംഗ് ഓഫ് സിംറ്റംസ് ഇഫ് മോർ അഗ്രസീവ് ട്രീറ്റ്മെന്റ് ഡിസീസ്. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് ഉള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്കൊരു വേദന ഉണ്ട്. അപ്പോൾ ആ ഒരു വേദനയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന വളരെ അത്യാവശ്യ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഈ ഒരു തെറാപ്പീസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ നമുക്ക് കാല് എവിടെയെങ്കിലും ഇടിച്ചിട്ട് കാല് വീങ്ങിയിട്ടുണ്ട്. ഈ വീങ്ങിയ ആളെ കൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് പിന്നെ കൂടുതൽ പ്രശ്നമാവൂലേ, അതാണ് പറയുന്നത്. അപ്പോ അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കി ചെയ്യണം. ഓക്കെ. പിന്നെ ഇന്നെഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, അതായത് ഇതിന് ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ ചില ടെക്നിക്സിന് എന്തില്ല, സയന്റിഫിക് ആയിട്ട് ഒരുപാട് എവിഡൻസ് കുറവാണ്. ഓക്കെ, അതായത് ഇതുകൊണ്ട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, സ്റ്റഡീസ് ഉണ്ടല്ലോ, അത് കുറവാണ് ചില ടെക്നിക്സിൽ കേട്ടോ. അപ്പോ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്, അതാണ് ഒരു റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ എന്താന്ന് പറയാ, അതായത് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു കൈവേദന വന്നു, അപ്പൊ എനിക്ക് കൈവേദന വന്ന് ചിലപ്പോൾ എനിക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തു, എനിക്കത് മാറി. അപ്പൊ ഞാൻ അതിനുശേഷം ഞാൻ വേറൊരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഓക്കെ എനിക്ക് ഇങ്ങനെ കൈവേദന വന്നപ്പോ ഞാൻ ഇതാ ചെയ്തത്, അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അതുകൊണ്ട് മാറ്റം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇൻഡിവിജ്വൽ വേരിയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പൊട്ടൻഷ്യൽ ഇന്ററാക്ഷൻസ് വിത്ത് മെഡിക്കേഷൻസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ടും നമ്മുടെ സാധാരണ ഈ പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഇത് കഴിക്കുന്നതിന്റെ കൂട്ടത്തില് ചിലപ്പോൾ നമ്മൾ ഓൾറെഡി കഴിക്കുന്ന മെഡിസിൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ രണ്ടും കൂടി എടുക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാക്കുന്ന പറയുന്നത്. ഓക്കെ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, പിന്നെ അൺക്വാളിഫൈഡ് പ്രാക്ടീഷണേഴ്സ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടെക്നിക്സ് ഞാൻ പറഞ്ഞില്ലേ, ആ ടെക്നിക്സ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഇത് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇത് നമുക്ക് അത് ആ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്ത് അസുഖം കൊണ്ട് പോയ ആളാണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ അല്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യാൻ അറിയുന്ന ആളല്ല, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് കൂടുതൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ അൺക്വാളിഫൈഡ് പ്രാക്ടീഷണർ എന്ന കാര്യം പറഞ്ഞത്. ഓക്കെ, പിന്നെ ഫൈനാൻഷ്യൽ ബേർഡൻ, കോസ്റ്റ് ഓഫ് തെറാപ്പി, സം ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ക്യാൻ ബി എക്സ്പെൻസീവ് ആൻഡ് മേ നോട്ട് ബി കവർഡ് ബൈ ഇൻഷുറൻസ്. അതായത് പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഒരു തെറാപ്പീസിന്റെ കാര്യമാണ് ഇതിലൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ടെക്നിക്സ് പറഞ്ഞില്ല, ഇപ്പൊ CBT, അതുപോലെ ഫിസിക്കൽ തെറാപ്പീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബയോ ഫീഡ്ബാക്ക്, ഈ ബയോ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബ്രെയിനിന്റെ ഇതാന്ന് പറഞ്ഞില്ലേ, ഈ EG EMG എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ചില തെറാപ്പീസ് ഒക്കെ ചെയ്യാൻ കോസ്റ്റ് കൂടുതലായിരിക്കും. അതാണ് ഒരു ഇതായിട്ട് പറയുന്നത്, റിസ്ക് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചും കൂടി ആൾക്കാർ ജോയിൻ ചെയ്തു തോന്നുന്നു. മാം അടുത്തവരെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എവിടെയെങ്കിലും മനസ്സിലാവാത്തോ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ എന്താണ് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ടെക്നിക്സ് പറഞ്ഞു, അത് ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, അതിന്റെ യൂസസ് എന്തൊക്കെയാന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ അതിന്റെ റിസ്ക് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡൗട്ടൊന്നുമില്ല ആർക്കും? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.
ക്ലിയർ ആണോ എല്ലാവർക്കും? ഹലോ. ക്ലിയർ ആണ് മാം. ഹലോ മാം. ആ മാം പറഞ്ഞില്ലേ ചിലപ്പോ കൈവേദന വരുന്നത് കൈക്ക് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് കൊണ്ടായിരിക്കുന്നു. ആ. അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ സ്ട്രെസ് കൊണ്ടാണോ അതോ കൈക്ക് ഉണ്ടാകുന്ന പോലെ സ്റ്റിഫ്നെസ് ഉള്ള സ്ട്രെസ് അങ്ങനെയാണ്? അതായത് ഇത് രണ്ട് തരത്തിൽ സ്റ്റിഫ്നെസ് കൊണ്ട് നമുക്ക് കൈവേദന വരും, അത് വേറെ വശം. അതല്ലാണ്ട് സൈക്കോളജിക്കലി, അതായത് മെന്റലി നമുക്ക് ഇതേപോലെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇയാൾക്ക് കൈവേദന ഉള്ള ആളാണെന്ന് വിചാരിക്കുക ഒരാള്. അപ്പൊ ആൾക്ക് നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് ഈ കൈവേദന കൂടും. കൂടും. ഓക്കെ. അപ്പൊ നമുക്ക് ഓൾറെഡി ടെൻഷൻ വരണം. അപ്പൊ ടെൻഷൻ വരുമ്പോ ഈ ഒരു പൊതുവെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഈ ഷോൾഡർ, അതുപോലെ കൈയ്യ്, പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നടുവേദന, ഇത് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാത്രേ. കൂടുതൽ സ്ത്രീകൾക്കാണ് കണ്ടുവരുന്നതെന്നാ പറഞ്ഞത്. അപ്പോൾ സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാവുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ കൂടുതൽ വേദനയായിട്ട് പോകുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കുക എന്താ ഇത്ര ടെൻഷൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മളോട് ആദ്യം ചോദിക്കുക. മനസ്സിലായോ? ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ കയ്യിന് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അതുണ്ടാവും. ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ കൈ നമ്മളിങ്ങനെ വെള്ളം കോരുന്ന സമയത്തൊക്കെ ചിലവർക്ക് കൈവേദന, കുറെ കാലം ഇങ്ങനെ വെള്ളം കോരികളൊക്കെ പണ്ടത്തെ ഇപ്പൊ വല്യമ്മമാർക്കൊക്കെ കൈവേദന ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കുറെ കാലം ഇങ്ങനെ ചെയ്തിട്ടേ പിന്നെ കുറെ ഇതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് ഉണ്ട്. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഭാരം പെട്ടെന്ന് എടുത്തുകൊണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് വരും. അത് വേറെ വശം. ഡോക്ടറെ കണ്ടപ്പോ ബാക്ക് പെയിന് സ്ട്രെസ് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നമ്മ എന്തെങ്കിലും ഹെവി ആയിട്ട് എടുക്കുമ്പോ ആ ഒരു സ്ട്രെസ് വരുമല്ലോ, ആ അവയവത്തിന് ഒരു സ്ട്രെസ് വരുമല്ലോ. അങ്ങനെ ഹെവി ആയിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യാറുണ്ടോ ഇനി? ഇല്ല, അങ്ങനെ ഇല്ല. നമ്മ മോപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് നിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതിനൊരു സ്ട്രെസ് വരുമല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ലേ വരിക? അങ്ങനെയും വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്തും ഇത് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരു പരിധി വരെ ഇത് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതല്ലാണ്ട് നമ്മള് ഫിസിക്കലി നമ്മൾ ടയേർഡ് ആവുന്നതിന് പുറമെ മെന്റലി നമ്മൾ ടയേർഡ് ആകുന്ന സമയത്ത് നമുക്ക് ഈ വേദനകളൊക്കെ കൂടും പൊതുവെ. അതാണ് പറഞ്ഞത്. ഓക്കെ. താങ്ക് യു. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ടൊന്നും ഇല്ല തോന്നണം എല്ലാവർക്കും. ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ഇല്ലാന്ന് ചെയ്യാം. തോന്നുന്നു മാം. ഇതാണ് എല്ലാരും സൈലന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങൾക്ക് ഇവിടെ 6:15 ആവുന്നേ ഉള്ളൂ. അതെ. മഗ്‌രിബിന്റെ ഒരു ടൈമാണ്. ഓക്കെ ഓക്കെ. ഒന്ന് നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. സെയിം ടു യു മാം.